പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ സർവശക്തനായ യേശു രാജാവ് എന്നെ അനുവദിച്ചിനോർത്ത് യേശു ക്രിസ്തുവിന് നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയ സഹോദരനെ, നമ്മുടെ വത്തിക്കാനിൽ നിന്നും വന്ന ചില പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്ന ചർച്ചകൾ കേരളത്തിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയാണ്. കുറേയേറെ ആളുകൾ വാട്സപ്പിലൂടെ എന്നെ വിളിച്ച് സംസാരിച്ചു. ചിലർ ഫോണിൽ നേരി വിളിച്ചെന്നോട് സംസാരിച്ചു. പ്രിയ ബ്രദറെ, ഇങ്ങനൊരു പ്രസ്താവന വത്തിക്കാനിത് കേൾക്കുന്നു, അതിൽ എന്താണ് ശരി? ബ്രദറിൻ്റെ അഭിപ്രായം എന്താണ്? ഇതിനകത്ത് നന്മ ഏതാണ്? എന്താണ് ഇനി ശരി? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ജപമാല നിർത്തിക്കളയണോ, അതോ പരിശുദ്ധയുടെ മാധ്യസ്ഥ ഉപേക്ഷിക്കണമോ? ഇങ്ങനെ കുറേയേറെ സംശയങ്ങൾ എല്ലാം ഇപ്പോൾ മനുഷ്യരിൽ തിരികെ മനുഷ്യൻ്റെ ആത്മാവിനെ വ്യതിചലിപ്പിക്കുക. വിശുദ്ധിയുടെ തലങ്ങളിൽ നിന്നും, ജ്ഞാനത്തിൻ്റെ തലങ്ങളിൽ നിന്നും, പ്രാർത്ഥിക്കാൻ എടുക്കുന്ന സമയങ്ങളിൽ നിന്നും, പ്രാർത്ഥിക്കാൻ മുട്ടിന്മേൽ നിന്ന് ജപമാല കയ്യിലെടുക്കുന്ന ആ അവസ്ഥയിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ ഉതകുന്ന ചില പ്രസ്താവനകളും ചില സന്ദേശങ്ങളും ഒക്കെ നാം കേൾക്കുകയുണ്ടായി. ഈ കാലഘട്ടം അത്രയും എനിക്കറിയാം. തോമസ് പോൾ എന്ന് പറയുന്നൊരു ബ്രദറുണ്ടായിരുന്നു. 2 വർഷങ്ങൾ 10-20 വർഷങ്ങൾക്ക് മുമ്പ് തോമസ് ബുദ്ധർ എന്ന് പറയുന്നൊരു ധ്യാനം ഞാൻ കൂടി, തോമസ് ബുദ്ധറിൻ്റെ പരിശുദ്ധാത്മാഭിഷേക ധ്യാനം ഞാൻ കൂടാൻ ഇടയായിട്ടുണ്ട്. അന്ന് അതിനകത്ത് ഞങ്ങളുടെ അമ്മ, പരിശുദ്ധ അമ്മ, സഹരക്ഷകയാം അമ്മ എന്നൊക്കെ പറഞ്ഞ് പാടിയത്, ആ പാട്ടൊക്കെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അന്നൊന്നും സഭയ്ക്കോ ജനങ്ങൾക്കോ സഹരക്ഷകയാണ് എന്ന അവസ്ഥയിൽ നിന്നും മാറി ചിന്തിച്ചിട്ടില്ല. സഹരക്ഷകയാണ്, പരിശുദ്ധയമ്മ സഹരക്ഷകയാണ് എന്നുള്ള രീതിയിൽ തന്നെ മരിയോളജിയും അതുപോലെ നിരവധി സംവിധാനങ്ങൾ, മരിയന്തിയെ താണ്ടുക എന്നുള്ളതൊക്കെ പറഞ്ഞ് പരിശുദ്ധയമ്മയ്ക്ക് ധാരാളം മഹത്വം നൽകുകയും പരിശുദ്ധയമ്മയെ അംഗീകരിക്കുകയും പരിശുദ്ധയമ്മയുടെ ഇന്നും അന്നും എന്നും പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം പ്രാർത്ഥനകളും നിയോഗങ്ങളും പള്ളികളും കാര്യങ്ങളും മുന്നോട്ട് നടന്നു പോവുകയാണ്. ഇനി മറ്റു കാര്യം പറഞ്ഞാൽ, ഏലീശോ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ അവിടെ പരിശുദ്ധ അമ്മ സന്ദർശിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഏലീശോയുടെ ഉദരത്തിൽ യോഹന്നാൻ കുതിച്ച് ചാടിയതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ ദൈവകൃപ, ദൈവിക സാന്നിധ്യം മറ്റൊരാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ദൈവകൃപ ഉള്ളത് കൊണ്ടാണല്ലോ. എന്താണ് ദൈവകൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവിക പ്രവൃത്തികൾ ചെയ്യാനുള്ള ശക്തിയും പ്രചോദനവും കഴിവും പ്രേരണയും കിട്ടുന്നതിനെയാണ് കൃപ എന്ന് പറയുന്നത്, ദൈവകൃപ. അപ്പോൾ പരിശുദ്ധ അമ്മയിൽ നിന്നും നമുക്ക് കുറേയേറെ നന്മ പ്രവൃത്തികൾ ചെയ്യാൻ നമുക്ക് ശക്തിയും പ്രേരണയും ലഭിക്കുന്നുണ്ട്. അത് കൃപയല്ലേ? ആ കൃപയെ നമ്മൾ എന്തിനു നിഷേധിക്കണം? പരിശുദ്ധാത്മാവ് എല്ലാ വ്യക്തികളിലും ഒരേ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് 12 അപ്പസ്തോലന്മാരുടെ ശിരസിന്മേലും പരിശുദ്ധ അമ്മയുടെ ശിരസിന്മേലും വന്ന് അഗ്നി നാളത്തിൻ്റെ രൂപത്തിൽ നിന്നപ്പോൾ വ്യത്യാസപ്പെട്ടല്ല തന്നെ ഒറ്റ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിജ്വാലയായിരുന്നു. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരിൽ കൂടി സുവിശേഷവും അത്ഭുതങ്ങളും പ്രവർത്തിച്ച പോലെ തന്നെ പരിശുദ്ധ അമ്മയിൽ കൂടിയും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത് സഭാചരിത്രമാണ്, സംഭവമാണ്, നമുക്കറിയാവുന്നതാണ്. മജുഗോരിയയിലെ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടത് പരിശുദ്ധ അമ്മയാണ്. എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്, യുഗാന്ത്യ 2ാം വരവും, ഡോക്ടർ ജോർജ് ഇരുമ്പായും എഴുതിയ ആ പുസ്തകം. ബൊസുല ലീഡർ, സ്റ്റെഫാനോ ഗോവി, ഫൗസ്റ്റീന, ഇവർക്കൊക്കെ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് സംസാരിനെപ്പറ്റി ഫൗസ്റ്റീനാമയിൽ കൂടെ എഴുതിയത്. അതിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ, ധാരാളം ആളുകൾ പരിശുദ്ധ അമ്മയിൽ നിന്ന് നേരിട്ട് സന്ദേശം ലഭിക്കുന്ന ആളുകൾ കേരളത്തിൽ പല രീതിയിലുണ്ട്. അതൊക്കെ എനിക്ക് പലരെയും തിരിച്ചറിയാം. പലരുമായിട്ട് ഞാൻ കണക്ഷൻ സ്ഥാപിക്കപ്പെടുകയും അവരുമായിട്ടുള്ള സന്ദേശങ്ങൾ കൈമാറുകയും പ്രാർത്ഥനകൾ കൈമാറുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇവിടെയൊക്കെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വ്യക്തി അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ അപ്പസ്തോലന്മാരുടെ കൈവയ്പ് വഴിയാണ് പരിശുദ്ധാത്മാവ് കൈമാറ്റം ചെയ്യപ്പെട്ട് ഇന്ന് വരെ സഭയെത്തിയെങ്കിൽ, നമുക്ക് കൃപ ലഭിച്ചെങ്കിൽ, ആ ഒരു വൈദികനോ അല്ലെങ്കിൽ മെത്രാനോ മാർപ്പാപ്പയോ കൈവച്ചാൽ പരിശുദ്ധാത്മാവ് ലഭിക്കുമെങ്കിൽ, നമുക്ക് ആ പ്രചോദനം കിട്ടുമെങ്കിൽ, പരിശുദ്ധ അമ്മയിൽ നിന്നൊരു കൃപ ലഭിച്ചു എന്ന് വിചാരിച്ചിട്ട് അത് പരിശുദ്ധ അമ്മയിൽ കൃപ ലഭിക്കുന്നില്ല, അത് ലഭിക്കുന്ന കൃപയല്ലെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അന്യായമായ ചില വാദപ്രതിവാദങ്ങൾ സൃഷ്ടിക്കുക, വിശുദ്ധിയുടെ തലത്തിൽ നിന്നും മനുഷ്യ ആത്മാക്കളെ വലിച്ച് താഴേക്ക് മാറ്റുക, കഴിയുമെങ്കിൽ സാത്താൻ്റെ കരങ്ങളിലേക്ക് മനുഷ്യ ആത്മാക്കളെ വിട്ടുകൊടുക്കുക. അതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെ അജണ്ടകൾ. തിരിച്ചറിയണം പ്രിയ സഹോദരരെ. എൻ്റെ വിനീതമായ എൻ്റെ വ്യക്തിപരമായ പ്രവൃത്തി ഞാൻ വീണ്ടും നിങ്ങൾ പറയുകയാണ്.
പരിശുദ്ധ അമ്മയിൽ നിന്നാണ് നമുക്ക് കൃപ ലഭിക്കുന്നെങ്കിൽ കിട്ടട്ടെ. പരിശുദ്ധാത്മാവിൽ നിന്നാണ് കൃപ ലഭിക്കുന്നത് കിട്ടട്ടെ. ദൈവവചനത്തിൽ നിന്നാണ് കൃപ ലഭിക്കുന്നെങ്കിൽ കിട്ടട്ടെ. വിശുദ്ധ കുർബാനയിൽ നിന്നാണ് കൃപ ലഭിക്കുന്നെങ്കിൽ കിട്ടട്ടെ. എവിടെ നിന്നായാലെന്താ, നമുക്ക് കൃപ ലഭിച്ചാൽ പോരെ. കൃപ ലഭിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാനുള്ള ശക്തി, പ്രചോദനം, ജ്ഞാനം, അറിവ്, സാഹചര്യം, പശ്ചാത്തലം, സമ്പത്ത് എല്ലാം ഒരുക്കി തരുന്നതാണ് കൃപ എന്ന് പറയുന്നത്. ആ കൃപ ലഭിക്കുന്നത് അമ്മയിൽ നിന്നാണ്. അമ്മയിൽ നിന്ന് കിട്ടട്ടെ, കൃപ ലഭിക്കട്ടെ. അങ്ങനെയെങ്കിലും ഒരാൾ ഒരു ദൈവകൃപ നിറഞ്ഞ് പരിശുദ്ധമായ പ്രവൃത്തി ചെയ്യട്ടെ. പരിശുദ്ധമ്മയിൽ നിന്ന് സന്ദേശം ലഭിച്ച അനേകര് സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ഇറങ്ങിത്തിരിച്ചതിനെ പറ്റി എനിക്കറിയാം. അതിനു വേണ്ടി മധ്യസ്ഥ ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പെട്ടവരെ എനിക്കറിയാം. പരിശുദ്ധമ്മയിൽ സന്ദേശം ലഭിക്കുന്ന ഇന്നതാണെന്ന് പറഞ്ഞ് എന്നോട് വിളിച്ച് പറയുന്ന സഹോദരിമാരുണ്ട്. അപ്പോൾ എന്തിനാണ് ഇതൊക്കെ വിലക്കുന്നത്? ഇനി സഹരക്ഷകയല്ല പരിശുദ്ധ അമ്മയെന്ന് പറഞ്ഞിട്ട് പറയേണ്ട ആവശ്യവും വാസ്തവത്തിൽ ഈ പശ്ചാത്തലത്തിലില്ല. കാരണം സഹരക്ഷക തന്നെയാണ് പരിശുദ്ധ അമ്മ, അതിന് ഒരു സംശയമില്ല. ഇത്രയും കാലം പരിശുദ്ധ അമ്മയുടെ ദേവാലയം പണിയുക, പരിശുദ്ധ അമ്മയുടെ മരിയൻ തീർത്ഥാടനം നടത്തുക, സന്ദേശങ്ങൾ ലഭിക്കുക, പരിശുദ്ധ അമ്മയുടെ തിരുനാൾ നടത്തുക, പരിശുദ്ധ അമ്മയുടെ ഇട്ടുനോമ്പ് നടത്തുക, പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുനാൾ നടത്തുക, പരിശുദ്ധ അമ്മയുടെ മരണത്തിരുനാൾ നടത്തുക, പരിശുദ്ധ അമ്മയുടെ എല്ലാ സംവിധാനങ്ങളും അങ്ങേയറ്റം മനുഷ്യരെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്ത് പരിശുദ്ധ അമ്മ കൂടെ നടന്ന ജപമാല ചൊല്ലി കുടുംബങ്ങളിൽ വിശുദ്ധി പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നേടാൻ പരിശുദ്ധ ജപമാല ചൊല്ലി അനുഗ്രഹം ലഭിക്കുമെങ്കിൽ ആ പരിശുദ്ധ അമ്മ കൂടെ നടന്നെങ്കിൽ അത് സഹരക്ഷക തന്നെയാണ്. പിന്നെ അതിന് ഒരു തെറ്റുമില്ല. അപ്പസ്തോലന്മാർ സഹരക്ഷകന്മാരാണെങ്കിൽ പരിശുദ്ധ അമ്മ സഹരക്ഷക അല്ല എന്ന് പറയുന്ന കാര്യം എന്താണ്? ഞാനിത് കുറേ ഏറെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സന്ദേശം ഇതാണ്: പരിശുദ്ധ അമ്മ സഹരക്ഷകയാണ്, പരിശുദ്ധ അമ്മയിൽ നിന്ന് കൃപ ലഭിക്കുന്നത്, അതും തെറ്റല്ല. പിന്നെ മാർപ്പാപ്പയുടെ ആശയത്തെ ഞാൻ വിളിച്ചടിക്കുന്നത് എന്നോട് പറഞ്ഞാൽ എനിക്ക് പേടിയൊന്നുമില്ല, എനിക്ക് വിഷയമില്ല. മാർപ്പാപ്പയായാലും തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ ശരിയാണെങ്കിൽ അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ എന്നാൽ പോലും ഒരു പ്രസ്താവനയിൽ അന്തർലീനമായിരിക്കുന്ന നിഗൂഢ ആത്മീയ രഹസ്യങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയും കാലം പരിശുദ്ധമ്മയുടെ കൈ പിടിച്ച് നടന്നു വെച്ച് ഒരു സുപ്രഭാതത്തിൽ പരിശുദ്ധമ്മയുടെ കൈ അങ്ങ് വിടുന്ന പോലെ ഇരിക്കും ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ രഹസ്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വീണ്ടും ഞാൻ ഇരുന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, പരിശുദ്ധാത്മാവ് നിറയുന്ന വ്യക്തികളിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നിലനിർത്തുന്നത് പരിശുദ്ധ അമ്മ തന്നെയാണ്. അതൊരു പ്രത്യേക സത്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ധ്യാനമൊക്കെ കൂടി ഇപ്പോൾ പുകവലി, എനിക്കൊരു പുകവലി ശീലം ഉണ്ടായിരുന്നു, ഞാൻ പുകവലി ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞ് പുകവലിയൊക്കെ നിർത്തി കഴിഞ്ഞ് ഞാൻ ആത്മീയ വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ വേണ്ടി ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മേ, എൻ്റെ പരിശുദ്ധ അമ്മേ, എൻ്റെ മാതാവേ, എൻ്റെ ഈ പുകവലി നിന്നുപോയി ഇനി തുടങ്ങാതെ എന്നെ സംരക്ഷിക്കണമേ. അതിനായിട്ട് ഞാൻ അമ്മയുടെ മധ്യസ്ഥം തേടി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചേക്കാമെന്ന് പറയുമ്പോൾ ആ പരിശുദ്ധാത്മാവിനെ നിലനിർത്താൻ സഹായം തരുന്നത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധാത്മാവല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വേറൊരു സത്യം ഞങ്ങളോട് പറയാം, അതൊരു നിഗൂഢ രഹസ്യമായിട്ട് ഞങ്ങൾ പറയാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് കുടിയിറങ്ങിപ്പോയാലും, പരിശുദ്ധാത്മാവ് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയാലും, പരിശുദ്ധാത്മാവിന് നമുക്ക് വ്യക്തിയുക്തി നഷ്ടപ്പെട്ടാലും, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ജ്ഞാനവും വിവേകം നമ്മളിൽ ചോർന്നു പോയാലും, ആ ചോർന്നു പോകുന്ന സ്ഥലത്തും സ്ഥാനത്തും സമയത്തും വ്യക്തിത്വത്തിലും കൂടെ നിൽക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. കാരണം പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേകതയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രാവിൻ്റെ സ്വഭാവമാണ് പരിശുദ്ധാത്മാവിന്. പ്രാവിൻ്റെ അടയാളത്തിൽ പരിശുദ്ധാത്മാവ് ഈശോയുടെ മേൽ ജ്ഞാനസ്നാന സമയത്ത് വന്നു എന്ന് നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ പ്രാവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, പ്രാവിനിങ്ങനെ തോളയിൽ നമ്മൾ വളർത്തുന്ന ഇണക്കമുള്ള പ്രാവിനെ തോളിൽ വെച്ചുകൊണ്ടിരുന്ന പ്രാവ് തോളിലിരിക്കും. അത് നമ്മുടെ ചെവിയിലൊക്കെ ഇങ്ങനെ കിള്ളും, ഇങ്ങനെ സ്നേഹത്തോടെ ഇരിക്കും, നല്ല ഇങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കും, നല്ല സ്നേഹത്തിലും ഇണക്കത്തിലിരിക്കും. പക്ഷെ നമ്മളൊരു വേദനിപ്പിക്കുന്ന പ്രാവിനെ വേദനിപ്പിക്കുന്ന ഒരു ശബ്ദമോ, ഒരു വല്ലാത്ത ശബ്ദമോ, ഒരു ശക്തമായ കുലുക്കമോ, അല്ലെ പ്രാവിനോട് ദേഷ്യപ്പെട്ട് ചെയ്ത് നോക്കി, ആ പ്രാവ് ആ നിമിഷം നമ്മളിത് പറന്നകലും. അപ്പോൾ പ്രാവിന് വേണ്ടുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്നേഹമാണ്. ചക്കരെ, പൊന്നെ, മാളെ, തങ്കമേ, പൊന്നുകുടമേ, ചക്കരമുത്തേ എന്നും പറഞ്ഞ് ഈ പരിശുദ്ധാത്മാവിനെ ലാളിച്ച്, ഈ പ്രാവിനെ ലാളിച്ച് സ്നേഹിച്ച്, ആ സ്നേഹത്തോടെ ഓമനിച്ച് സ്നേഹിച്ചാലേ ആ പ്രാവ് നമ്മുടെ തോളിൽ നിലനിൽക്കൂ എന്നത് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ നിർമ്മലമായ സ്നേഹം വേണം, നൈർമല്യമായ സ്നേഹം വേണം. ആ സ്നേഹമുള്ളിടത്തെ പരിശുദ്ധാത്മാവ് നിലനിൽക്കുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുമ്പോഴും നമുക്ക് വേണ്ടി മധ്യസ്ഥമാകുന്ന ഒരാളുണ്ട്, അതാണ് പരിശുദ്ധ അമ്മ. പ്രിയ സഹോദരൻ, നമ്മൾ തിരിച്ചറിയണത്. അതുകൊണ്ടാണ്
ഈ കത്തോലിക്ക സഭയിലും ഈ ആഗോള സഭയിലും ഈ ലോകത്ത് മുഴുവൻ നടക്കുന്ന എല്ലാവിധ തെമ്മാടിത്തരങ്ങളും ക്രിസ്ത്യാനികളും മെത്രാന്മാരും അച്ഛന്മാരും മാർപ്പാപ്പായും ചെയ്യുമ്പോഴും ഈ തെമ്മാടിത്തരങ്ങളെ കണ്ടിട്ട് നമ്മളെ ഇട്ടിട്ട് ഉപേക്ഷിച്ച് പോയ പരിശുദ്ധാത്മാവ് പടിയിറങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഹോസിയ പ്രവചന പുസ്തകത്തിൽ എഫ്രായിമിന്റെ മുഖത്തും പക്ഷിയെപ്പോലെ പറന്നകലുമെന്ന് ഹോസിയ പ്രവചന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ദൈവവചനം. എന്നാലും പരിശുദ്ധാത്മാവ് പറന്നകന്നാലും പരിശുദ്ധ അമ്മ നമ്മളെ വിട്ടുപോവുകയില്ല. കാരണം പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം, ഇന്നല്ല നാളെ തൻ്റെ പുത്രൻ വിധിയാളനായി ലോകത്തിലേക്ക് വരുമ്പോൾ ഈ ലോകത്തെ വിധിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകാതെ യേശുവിൻ്റെ തിരുശുരവും തിരുത്വം സ്വീകരിച്ച പങ്കാളിത്തമായി ജ്ഞാനസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മ നിറഞ്ഞ് അതിനുശേഷം പിന്നീട് പാപം ചെയ്ത് പരിശുദ്ധാത്മ നഷ്ടപ്പെട്ടാലും എൻ്റെ ഈശോയെ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ അമ്മയെ ഞങ്ങൾക്ക് മധ്യസ്ഥമാണെന്ന് പറയുമ്പോൾ അവിടെ മധ്യസ്ഥം തന്ന് പരിശുദ്ധമ്മ വീണ്ടും കരകൾ പിടിച്ച് നമ്മളെ രക്ഷിക്കുന്ന ഒരു പരിശുദ്ധമ്മയാണ് നമ്മളെന്ന് പല സാഹചര്യങ്ങളിൽ നമ്മൾ ഈ രീതിയിൽ ധാരാളം ആളുകൾ അറിഞ്ഞിട്ടുള്ളതാണ്, അറിയാവുന്നതാണ്, ഇപ്പോഴും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ പരിശുദ്ധ അമ്മയുടെ രൂപങ്ങളിൽ നിന്ന് പലപ്പോഴായിട്ട് വരുന്ന ചില 4 സന്ദേശങ്ങളെക്കുറിച്ച് ഒരിക്കലൊരു സഹോദരൻ എന്നോട് ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, പ്രിയ ജോസ് ബ്രദറെ, ഈ പരിശുദ്ധ അമ്മയുടെ രൂപങ്ങളിൽ നിന്ന് എണ്ണ വരുന്നു, എന്താണ് അതിൽ നിന്ന് പരിശുദ്ധ അമ്മ നമുക്ക് തരുന്ന സന്ദേശം, അല്ലെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത വചനം ഇതാണ്. അത് എണ്ണ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദൃശ്യവസ്തുരൂപമാണ്. എന്ത് എണ്ണ. അപ്പോൾ അത് ഹോസിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ എണ്ണയെപ്പറ്റി പറയുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അത് പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ നിന്ന് എണ്ണ വരുന്നതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് പറയുമ്പോഴാണ് അതിൻ്റെ ആശയം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അതിങ്ങനെയാണ്: അന്ന് ഞാൻ ആകാശത്തിന് ഉത്തരമരുളും, ആകാശവും ഭൂമിക്കും, ഭൂമി ധാന്യവും വീഞ്ഞും എണ്ണയും കൊണ്ട് ഉത്തരം നൽകും. അത് കർത്താവിനെ പതിരിക്കുകയാണ്. കുറച്ചുകൂടെ കയറ്റി വായിച്ചാൽ 19-ാമത്തെ തിരുവചനം വെച്ച് വായിച്ചാൽ, നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും, വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും, കർത്താവിനെ നീ അറിയും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ ആകാശത്തിന് ഉത്തരമരുളും, ആകാശം ഭൂമിക്കും, ഭൂമി ധാന്യവും വീഞ്ഞും എണ്ണയും കൊണ്ട് ഉത്തരം തരും. അതിൻ്റെ അർത്ഥം എന്താണ്? എണ്ണ എന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അർത്ഥമാക്കുകയാണ്. നമുക്കറിയാം, ദാവീദിനെ അഭിഷേകം വേണ്ടി ഏലിയ പ്രവാചകൻ ഒരു കൊമ്പിനകത്ത് എണ്ണ നിറച്ചുകൊണ്ട് പോയിട്ട് ശിരസിൽ എണ്ണ ഒഴിച്ച് നമ്മൾ പഴയ നിമിത്തി വായിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യുന്ന വസ്തുരൂപമാണ് എണ്ണ. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ നിന്ന് എണ്ണ ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ നാം അത് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ്: പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നിന്നും പരിശുദ്ധാത്മാവ് ഇല്ലാത്തൊരു ശരീരമാണ് നമ്മളിലുള്ളത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് പടിയിറങ്ങിപ്പോയി, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി. പരിശുദ്ധാത്മാവ് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടെ മനുഷ്യനും സഭയും നടന്നു നീങ്ങുമ്പോൾ പരിശുദ്ധ അമ്മ തൻ്റെ രൂപത്തിൽ നിന്നും എണ്ണ ഒഴുക്കിക്കൊണ്ട് പറയുകയാണ്, മക്കളെ, ഇതുപോലെ എണ്ണ നിറഞ്ഞ ഒരു ശരീരമായി മാറട്ടെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശരീരമായി മാറട്ടെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു മനസ്സും ശരീരവും ആത്മാവും നീ രൂപപ്പെടുത്തിയെടുക്ക്. കാരണം നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മ വീണ്ടെടുത്തു, കർത്താവ് ഇതാ ഉടൻ വരുന്നു. അതുകൊണ്ട് പരിശുദ്ധ അമ്മ അവിടെ മധ്യസ്ഥം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇതാ എണ്ണ പോലെ, വിശുദ്ധി പോലെ, സ്നേഹം പോലെ പരിശുദ്ധി നിറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ എണ്ണ ഒഴുക്കിക്കൊണ്ട് പറയുന്ന ആ സന്ദേശം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വീണ്ടെടുക്കുവിൻ, നഷ്ടപ്പെട്ടു പോയ ചൈതന്യത്തെ വീണ്ടെടുക്കുവിൻ എന്നാണ് പരിശുദ്ധി അമ്മ പറയുന്നത്. ഇനി മറ്റൊന്നാണ്, അതുകൊണ്ട് 4 അടയാളം എന്നോട് ചോദിച്ചു. അതിൽ മറ്റൊന്നാണ് തേന്. എന്താണ് തേന് എന്ന് നമ്മൾ അറിയണമെങ്കിൽ അത് നമ്മൾ വായിക്കേണ്ടത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കണം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 20:15 ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. 20:15 ഇങ്ങനെ പറയുകയാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 20:15: എന്നാൽ ഞാൻ അവരെ പുറത്തു വരുന്നത് കണ്ട ജനതകളുടെ ദൃഷ്ടിയിൽ എൻ്റെ നാമം അശുദ്ധമാകാതിരിക്കാനായി ഞാൻ പ്രവർത്തിച്ചു. ഞാൻ അവർക്ക് നൽകിയിരുന്നതും തേനും പാലും ഒഴുകുന്നതും എല്ലാ ദേശത്തേക്കാൾ ശ്രേഷ്ഠമായ ദേശത്ത് ഞാൻ അവരെ പ്രവേശിപ്പിക്കുകയില്ലെന്ന് മരുഭൂമിയിൽ വെച്ച് ഞാൻ അവരോട് ശപഥം ചെയ്തു. എന്തെന്നാൽ അവർ എൻ്റെ പ്രമാണങ്ങൾ നിരാകരിച്ചു. അപ്പോൾ തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് ഞാൻ അവരെ കൊണ്ടുവന്നത് വിലക്കും എന്ന് പറഞ്ഞ് അവർ പ്രമാണങ്ങൾ നിരസിച്ചുകൊണ്ട്, എന്നാൽ പ്രമാണങ്ങൾ പാലിച്ചാലോ തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് ഞാൻ അവരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ, തേനെന്ന് പറഞ്ഞാൽ എന്താണ്?
ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കൂദാശകൾ, അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആരാധനകൾ. അപ്പോൾ ആരാധിച്ച് തേൻ പോലെ മധുരമുള്ള, തേൻ പോലെ നല്ല മാധുര്യമുള്ള ഒരു അവസ്ഥ ഹൃദയത്തിൽ മനുഷ്യരിൽ തമ്മിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിനെ ആണ് കർത്താവ് ഇന്നത്തെ രീതിയിൽ പറഞ്ഞ കൂദാശകളാണ്. കൂദാശകൾക്ക് തേനിൻ്റെ മാധുര്യമാണുള്ളത്. കൂദാശകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നാം തേൻ പോലെയായി മാറുന്നു. അത് കൂദാശയും തേനും തുല്യമാണ്. തേൻ പോലെ കൂദാശ പോലെ തേനുകൾ, ഇത് രണ്ടും നമ്മൾ സ്വായത്തമാക്കണം. കൗദാശിക തലങ്ങളിൽ നാം ആഴപ്പെടണമെന്നാണ് പരിശുദ്ധമ്മയുടെ രൂപത്തിലൂടെ ഒഴുകുന്ന തേൻ ഒഴുക്കിക്കൊണ്ട് പറയുന്ന പരിശുദ്ധമ്മ തരുന്ന സന്ദേശം. അതിൻ്റെ തന്നെ മറ്റൊന്നാണ് പാല്. പരിശുദ്ധമ്മയുടെ രൂപത്തിൽ നിന്ന് പാൽ ഒഴുകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അത് പലയിടത്തും കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്, ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ അപൂർവമായിട്ട് പാൽ ഒഴുകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്ദേശം ഇതാണ്: നൈർമല്യമുള്ള ഒരു സ്നേഹത്തിന് ഉടമയായി മാറുക. നിർമ്മലമായ സ്നേഹത്തിന്, തേനും പാലെന്ന് പറഞ്ഞാൽ നിർമ്മലമായ സ്നേഹം. ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം മൂർച്ഛിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ, അമ്മ തൻ്റെ മുലയിൽ കൂടി കുഞ്ഞിന് പാല് നൽകുന്ന ആ നൈർമല്യമുള്ള സ്നേഹമുണ്ട്, ആ നിർമ്മലമായ സ്നേഹമുണ്ട്. ആ നിർമ്മല സ്നേഹത്തിലേക്ക് നിങ്ങൾ പറഞ്ഞ കാപട്യം നിറഞ്ഞ സ്നേഹമല്ല നിങ്ങൾ തമ്മിലുണ്ടാകേണ്ടത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കപടതയുടെ മുഖമല്ല വേണ്ടത്. അച്ഛന്മാരും മത്രാന്മാരും തമ്മിലും, ഇടവാജനവും മത്രാന്മാരും തമ്മിലും കപടതയുടെ മുഖമല്ല വേണ്ടത്. കർദ്ദിനാൾമാരും മത്രാന്മാരും അച്ഛന്മാരും അടങ്ങുന്ന കാപട്യ സ്നേഹം സഭയോട്, സമൂഹത്തോട് കാണിക്കരുത്. മെത്രാനായാലും മാർപ്പാപ്പയായാലും കാപട്യമല്ല വേണ്ടത്, നൈർമല്യമുള്ള സ്നേഹമാണ് വേണ്ടത്, കപട സ്നേഹമല്ല വേണ്ടത്. പാല് പോലെ നിർമ്മലമായ സ്നേഹമാണ് വേണ്ടതെന്ന് കർത്താവ് അരുളി ചെയ്തു. അപ്പോൾ പരിശുദ്ധമ്മയുടെ രൂപത്തിൽ നിന്നും, പ്രതിമയിൽ നിന്നും, അല്ല സ്വരൂപത്തിൽ നിന്നും പാലൊഴുന്ന് കാണുമ്പോൾ പരിശുദ്ധമ്മ പറയാണ്: പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ കുഞ്ഞുണ്ണി യേശുവിന് നിർമ്മലമായ സ്നേഹം കൊടുത്തതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹത്തിലായിരിക്കുവിൻ, നൈർമല്യമുള്ള നിർമ്മലമായ സ്നേഹം കൊടുക്കുമെന്ന് പരിശുദ്ധമ്മ ആ സന്ദേശം നൽകിയായിരുന്നു. ഇനി അടുത്താണ് നെയ്യ്. ചില ആളുകളുടെ പരിശുദ്ധമ്മയുടെ ചില രൂപത്തിൽ നിന്ന്, ചില സ്ഥലങ്ങളിൽ നിന്ന് നെയ്യ് ഒഴുകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നെയ്യ് എന്താണ് അത് പരിശുദ്ധമ്മ അർത്ഥമാകുന്നത്? അത് നമുക്ക് നോക്കാം. യേശയ്യാ പ്രവചന പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം. അവിടെ ഇങ്ങനെ പറയാണ്, 4 മുതൽ വായിക്കാം: അന്ന് യാക്കോബിൻ്റെ മഹത്വം ക്ഷയിച്ചു പോകും, അവൻ്റെ ശരീരം മേധസ് ക്ഷയിച്ച് മെലിഞ്ഞു പോകും. അത് കൊയ്ത്തുകാരൻ ധാന്യം കൊയ്തെടുക്കുന്നത് പോലെയും റംഫാം താഴ്വരയിൽ തല പൊക്കുന്നത് പോലെയും ആയിരിക്കും, കാല പൊറുക്കുന്നത് പോലെയും ആയിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അവൻ്റെ ശരീരം മേധസ് ക്ഷയിച്ച് മെലിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ നെയ്യ് മനുഷ്യ ശരീരത്തോടാണ് ഉപമിക്കപ്പെടുന്നത്, പരിശുദ്ധമ്മ ഉപയോഗിക്കുന്നത്. പരിശുദ്ധമ്മ പറയുകയാണ്, നിങ്ങളുടെ ശരീരം മേധസ് മുറ്റിയ ശരീരമാണ്, തടിച്ചു കൊഴുത്ത് സൗന്ദര്യത്തിൻ്റെ തുടുപ്പും ത്രസിപ്പും കാണിക്കുന്ന ശരീരമാണ് നിങ്ങളുടേത് എന്ന് പറഞ്ഞാൽ, ഈ തുടുപ്പും കൊഴുപ്പും മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവില്ല, നൈർമല്യ സ്നേഹമില്ല, നിർമ്മല സ്നേഹമില്ല, തേനില്ല, പാലില്ല, എണ്ണയില്ല, വീഞ്ഞില്ല. ശരീരം ആകൃതിയിലുണ്ട്, ആ മേധസ്സുണ്ട്, ദുർമേധസ്സുണ്ട്, പക്ഷേ ശരീരത്തിൽ വിശുദ്ധിയില്ല, പരിശുദ്ധിയില്ല. ആ പരിശുദ്ധി നഷ്ടപ്പെട്ട ശരീരമാണ് ദമ്പതികളുടേത്, യുവാക്കന്മാരുടേത്. അതുകൊണ്ടാണ് ആമോസ് പ്രവാചകൻ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അന്ന് സുന്ദരികളായ യുവാക്കന്മാരും യുവതികളും കടൽ മുതൽ കടൽ വരെ കർത്താവിൻ്റെ വചനം തേടി ഉടനുമെങ്കിലും അവർ കണ്ടെത്തുകയില്ല. അങ്ങനെ കണ്ടെത്താതെ വരുമ്പോൾ അവർ അഷീമ ദേവതയാണ്, ബാൽ ദേവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. അങ്ങനെ കള്ളസത്യം ചെയ്യുന്നവർ ഒരിക്കലും എഴുന്നേൽക്കുകയില്ല എന്ന് പറഞ്ഞ് കർത്താവ് ആമോസ് പ്രവാചകൻ പുസ്തകത്തിൽ പറയുന്നതിൻ്റെ ഭാഗമേതാണ്? ആ ദുർമേധസ്, അശുദ്ധിയുടെ തലമാണുള്ളത്. വിശുദ്ധിയില്ല, അശുദ്ധിയുള്ള ശരീരം. അതുകൊണ്ട് അത് മെലിഞ്ഞു പോകാൻ ഇടവരുത്തും, നശിച്ചു പോകാൻ ഇടവരുത്തും, തീർന്നു പോകാൻ ഇടവരുത്തും. അതുകൊണ്ട് പരിശുദ്ധമ്മയുടെ ശരീരത്തിൽ കൂടെ, രൂപത്തിൽ കൂടെ നെയ്യ് ഒഴിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ ശരീരം കാപട്യമാണ്, വിശുദ്ധിയില്ലാത്തതാണ്. അതുകൊണ്ട് നിങ്ങൾ തേൻ പോലെ ആകുവിൻ, എണ്ണ പോലെ ആകുവിൻ, പാല് പോലെ ആകുവിൻ. നെയ്യ് ഒഴുക്കുന്ന നെയ്യുടെ ശരീരത്തിൻ്റെ പ്രതീക വസ്തുവായ വിശുദ്ധിയെ ധരിക്കുവിൻ. ഈ 4 അടയാളങ്ങൾ സഹരക്ഷകയും നമ്മുടെ കൃപാവരത്തിൻ്റെ ഒക്കെ ഉടമസ്ഥയുമായ പരിശുദ്ധമ്മ കൂടെ നടന്നുകൊണ്ട് ഈ കാലഘട്ടം അത്രയും, പ്രത്യേകിച്ചും പരിശുദ്ധമ്മയുടെ ഇടപെടലിൽ കൂടുതൽ നമ്മൾ കാണുന്നത് ഈ 2000 ആണ്ടിന് ശേഷമാണ്. 2000 ആണ്ട് തൊട്ടുമുള്ള കാലഘട്ടം, അതെന്നാലോചിക്കുക, 1950 കാലഘട്ടം മുതൽ പരിശുദ്ധമ്മ ഈ 2025 കാലഘട്ടം വരെ, 2033 കാലഘട്ടം വരെ 85 വർഷക്കാലം, അതായത് ഇസ്രായേൽ ജനത്തിൻ്റെ ആയുസ് 70, ഏറിയാൽ 80 എന്ന വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഈ 2033 80 വർഷം പൂർത്തിയാകുന്ന ഈ ഇസ്രായേലിൻ്റെ ആയുസ്
തീരാൻ പോവുകയാണെന്നും അത് യുഗാന്ത്യമാണെന്നും ഈ കാലഘട്ടം വന്നപ്പോൾ നിങ്ങളിൽ ആരിലും തേനില്ലെന്നും നിങ്ങളിൽ നൈർമല്യമുള്ള സ്നേഹമില്ലെന്നും നിങ്ങളുടെ ശരീരം മേധസ്സുള്ള പരിശുദ്ധിയില്ലെന്നും നിങ്ങളുടെ സ്നേഹം കാപട്യത്തിൻ്റെതാണെന്നും പരിശുദ്ധ തൻ്റെ സ്വരൂപത്തിൽ കൂടെ ഈ അടയാളങ്ങൾ കാണിച്ച് സഭയോടൊപ്പം, സഭയുടെ കൂടെ, നമ്മോടൊപ്പം, നമ്മുടെ കൂടെ ലോകം മുഴുവനും മജൂറിയായാലും ലാസലേറ്റിലുമൊക്കെ പരിശുദ്ധിയമ്മ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ലോകത്തോടൊപ്പം ഈ സഭയോടൊപ്പം നടന്നിട്ടും ഇത്രമാത്രം വിശുദ്ധിയും വിശ്വാസവും വർദ്ധിച്ചിട്ടും അവസാനം പരിശുദ്ധമ്മയുടെ കയ്യിൽ നിന്ന് വിടുന്നത് പോലെ ഇപ്പോൾ ഇത്ര കാലം പരിശുദ്ധമ്മ നയിച്ചിട്ട് ഇനി പരിശുദ്ധമ്മക്ക് വേണ്ട അത് പറയുന്നതിന് തുല്യമായ രീതിയിൽ ഉള്ള വിവാദങ്ങൾക്ക് ചൂട്ടുകൊടുത്തെങ്കിൽ, തിരികൊടുത്തെങ്കിൽ പ്രിയ സഹോദരനെ ഒന്ന് ഓർത്തു വെച്ചോ, നാം 2 കൈകളിലും ജപമാല എടുക്കേണ്ട കാലം ആരംഭിച്ചു. ഒരു കൈകളിൽ ജപമാല പോരാ, 2 കൈകളിൻ്റെ ജപമാല എടുത്തുകൊണ്ട് ഒന്ന് കഴുത്തിൽ ധരിക്കുകയും ഒന്ന് കയ്യിലേന്തുകയും ചെയ്ത് മുട്ടുമേ നിന്ന് പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാതാവേ, ഞങ്ങളുടെ സഭയെ സംരക്ഷിക്കണമേ, നഷ്ടപ്പെട്ടു പോകുന്ന സഭാമക്കളെ, തീച്ചൂളയിലേക്ക് പോകാൻ ഒരുക്കി നിൽക്കുന്ന പൈശാചിത്യത്തോട് ഉടമസ്ഥാവകാശമുള്ള മനുഷ്യ ശരീരത്തിൻ്റെ ഘടനയോട് കൂടിയ തിന്മ പ്രവർത്തിക്കുന്ന അങ്ങയുടെ മക്കളായ സഭാമക്കളെ നഷ്ടപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുവാൻ പ്രിയ സഹോദരരെ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം തേടുവാനുള്ള സമയമാണിത്. അതുകൊണ്ടാണ് പരിശുദ്ധമ്മ കൂടെയുള്ളത്. കത്തോലിക്ക സഭയിൽ നിന്നും, ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും, വൈദികരുടെ ഹൃദയത്തിൽ, മെത്രാന്മാരിൽ നിന്നും, മാർപ്പാപ്പയിൽ നിന്നും പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട സാഹചര്യം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് കൂടുതൽ സംഭവിക്കുകയും ചെയ്യുമ്പോഴും പരിശുദ്ധമ്മ നമ്മുടെ ഒപ്പമുണ്ടെന്ന് നമ്മൾ മറക്കരുത്. അതുകൊണ്ടാണ് പരിശുദ്ധമ്മയുടെ ഉത്തരവാദിത്വം കാൽവരി വരെ നീണ്ടത്. പ്രിയപ്പെട്ടവരെ, കുറച്ച് കാലഘട്ടമായപ്പോൾ ഉണ്ണീശോയെ വളർത്തി സമൂഹത്തിന് വിട്ടുകൊടുത്തേച്ച പരിശുദ്ധമ്മ ഓടി രക്ഷപ്പെടുകയല്ല ചെയ്തത്. കാൽവരിയുടെ ചൂട്ടിലും പരിശുദ്ധമ്മ ഉണ്ടായിരുന്നെങ്കിൽ അതിനുശേഷം ഈശോ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് യോഹന്നാൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ ആ ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെ അർത്ഥവും ഇതാ യോഹന്നാനോടൊപ്പം ഉണ്ടായിരുന്ന കത്തോലിക്ക സഭ ഇന്നുമുള്ള സഭയിൽ പരിശുദ്ധമ്മ അത്ര സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇനി പരിശുദ്ധമ്മയുടെ സാന്നിധ്യവും പരിശുദ്ധമ്മയുടെ സ്നേഹവും പരിശുദ്ധമ്മയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സഭയിൽ ഇല്ലാതെ വരികയില്ല. അത് യുഗാന്ത്യം വരെ ഉണ്ടാകും. എന്നാൽ പരിശുദ്ധമ്മയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രിയ സഹോദരരെ തീരാൻ പോവുകയാണ്. കാരണം യുഗം അതിൻ്റെ അന്ത്യ കാലഘട്ടങ്ങളിലെത്തി. യുഗാന്ത്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. 2033 എന്ന സംഖ്യ കലണ്ടറിൽ അച്ചടിക്കുമ്പോൾ യുഗാന്ത്യമായി മാറുമെന്നും അതിന് തൊട്ടുമുള്ള കാലഘട്ടങ്ങൾ 2027 മുതൽ അത് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ ആയിരിക്കും. ഞാൻ ഇതിൻ്റെ മുന്നേ ക്ലാസ്സിലുണ്ട് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ. ഉൽപ്പത്തി മുതൽ വെളിപാടിലെ യുഗം അവസാനിച്ച് സ്വർഗരാജ്യത്തിലേക്ക് ഒരു മനുഷ്യൻ പ്രവേശിച്ച് നിത്യതയുടെ പൂർണ്ണത പ്രാപിക്കുന്നത് വരെയുള്ള കാലഘട്ടം സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെയാണെങ്കിൽ ആ സമയവും അതിൻ്റെ പകുതി പൂർത്തിയായി നിത്യജീവനിലേക്ക് പ്രവേശിക്കുക. ആ സമയത്തും പരിശുദ്ധമ്മയും പരിശുദ്ധാത്മാവും ഒക്കെ ഈ നമ്മളൊപ്പം ഉണ്ടായിരിക്കും. അല്ലാതെ കുറച്ച് കാലത്തിന് ശേഷം പരിശുദ്ധമ്മ ഇട്ടിട്ട് പോകാനുള്ളതല്ല. പരിശുദ്ധമ്മ നമ്മൾ ഇട്ടിട്ട് പോവുകയില്ല. നാം പരിശുദ്ധമ്മയെ പേടിച്ചാലും അമ്മ ഇട്ടിട്ട് പോകുന്നൊരു അമ്മയല്ല അമ്മ. പ്രിയപ്പെട്ടവരെ, അമ്മ എന്ന് പറയുന്നത് മരണം വരെ കൂടെയുള്ള ഒരു അമ്മയാണ്. അപ്പൻ ഉപേക്ഷിച്ചാലും മാതാപിതാക്കന്മാർ മക്കളെ തള്ളിക്കളഞ്ഞാലും പരിശുദ്ധിയമ്മ തള്ളിക്കളയാത്ത പരിശുദ്ധിയമ്മയാണെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് ഇത്രമാത്രം ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധിയമ്മ പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ ഒപ്പമായിരിക്കുന്നത്. അതിലെ പ്രിയ സഹോദരങ്ങളെ, മാർപ്പാപ്പയുടെ ചില പ്രസ്താവനകളെ നാം കേൾക്കുമ്പോൾ അതിൻ്റെ ശരിയായ വശത്തെ മനസ്സിലാക്കുകയും എന്നാൽ ആ പ്രസ്താവന അങ്ങനെ അവിടെ നിന്നുകൊള്ളട്ടെ, അത് അന്തരീക്ഷത്തിലോ യൂട്യൂബിൽ കിടന്നുകൊള്ളട്ടെ, പക്ഷെ നമുക്ക് പരിശുദ്ധമ്മയെ മധ്യസ്ഥം നേടിയും പരിശുദ്ധമ്മയിൽ കൃപാവരം സ്വീകരിച്ചും ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനൊന്നും ആരും വിഷമിക്കുകയോ പേടിക്കുകയോ ചെയ്യേണ്ട. അമ്മയെ മാതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഈ യുഗാന്തി കാലഘട്ടത്തിൽ പൈശാചി ശക്തി തലമുക്കുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥം നേടുന്നെടുത്ത് സാത്താൻ നിൽക്കാൻ പറ്റില്ല. കാരണം പരിശുദ്ധ അമ്മയെ തോൽപ്പിക്കാൻ സാത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. അത്ര വിശുദ്ധിയുടെ നിറകുടമാണ്, അത്ര വിശുദ്ധിയുടെ തിളക്കമാണ്, അത്ര വിശുദ്ധിയുടെ പരിശുദ്ധിയുടെ മകുടമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിമത് മൂർത്തിമത് ഭാവമാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയുടെ സൗന്ദര്യത്തെ, വിശുദ്ധിയെ, ജ്ഞാനത്തെ, വിവേകത്തെ, സത്യസന്ധതയെ, നീതിബോധത്തെ, പരിശുദ്ധാത്മാവിൻ്റെ അതീന്ദ്രിയ ജ്ഞാനത്തെ തള്ളിക്കളയുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കില്ല. സാത്താൻ എന്തു നോക്കിയാലും എങ്ങനെ നോക്കിയാലും പരിശുദ്ധ അമ്മയെ തകർക്കാൻ സാധിക്കില്ല. എന്നാൽ പരിശുദ്ധ അമ്മയെ നമ്മൾ ഇന്ന് അകറ്റുന്ന സമയം സാത്താൻ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം നിഗൂഢമായ പ്രവൃത്തികൾ നമ്മുടെ മുമ്പിൽ വരുന്നത്. അതിനെ പറ്റി തിരിച്ചറിയുക, വിവേചിക്കുക. നിങ്ങൾ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കിലും സർപ്പങ്ങളെപ്പോലെ വിവേകികളുമായിരിക്കും. ഇന്നലെ ഞാൻ പറഞ്ഞ വചനമാണ്. അത് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നാം എല്ലാം പരിശുദ്ധമായ മധ്യസ്ഥം നേടി ഈശോയുടെ വരവിനായിട്ട് ഒരുങ്ങുക. അതിനായിട്ട് നമുക്ക് നമ്മളെല്ലാവരെയും സർവശക്തനായ യേശുനാഥൻ കൂടുതൽ കൃപാവരങ്ങളാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പരിശുദ്ധമ്മയുടെ രൂപത്തിൽ നിന്നും
ഒഴുകിയിറങ്ങിയ ആ 4 അടയാളങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഓർത്തിരിക്കണം. എണ്ണ, പരിശുദ്ധാത്മാവിൻ്റെ ദൃശ്യവസ്തുവാണ് എണ്ണ. എണ്ണ അഗ്നിയാണ്, എണ്ണ സ്നേഹമാണ്, എണ്ണ ഭക്ഷ്യവസ്തുവാണ്. അതുപോലെ പരിശുദ്ധമ്മയുടെ രൂപത്തിൽ എണ്ണ കണ്ടെങ്കിൽ നാം പരിശുദ്ധമുള്ളവരാകണം. തേന് കൗതാശികതയിൽ കൂതാശികൾ ആഴപ്പെടണം. തേന് പാല് എന്ന് പറയുന്നത് എന്താണ്? നൈർമല്യമുള്ള സ്നേഹമായിരിക്കണം. നെയ്യ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യനെ അശുദ്ധമാണ്, അവിടെ പരിശുദ്ധമാകണം. പരിശുദ്ധി നിറഞ്ഞൊരു ശരീരമാക്കി മാറണം. ഇങ്ങനെ 4 അടയാളങ്ങൾ പരിശുദ്ധമ്മയുടെ രൂപത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്നതും മനുഷ്യർ ധാരാളം കണ്ട കണ്ണൂർ ജില്ലയിൽ ബളാല് കണ്ണൂർ ജില്ലയിൽ 2-3 സ്ഥലങ്ങളിൽ ഇതൊക്കെ ഞാൻ നേരിട്ട് പോയി കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. അതിന് എനിക്ക് ഉറപ്പുണ്ട് അത് എന്തൊക്കെയാണ്. പക്ഷേ പലർക്കും അറിയത്തില്ല. ഇന്ന് സഭയ്ക്ക് പോലും ഇത് അറിയത്തില്ലായിരുന്നു എനിക്ക് തോന്നിപ്പോവുകയാണ്. ഒരു വൈദികനോ ഒരു മെത്രാനോ പരിശുദ്ധമ്മയുടെ രൂപത്തിൽ നിന്ന് എങ്ങനെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പ്രിയ മക്കളെ ഇതാണെന്ന് സഭയെ പഠിപ്പിച്ചിട്ടില്ല. ഒറ്റ മെത്രാന്മാരും അച്ഛന്മാരും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഈ മാർപ്പാപ്പയ്ക്ക് പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? അതുമില്ല. എന്നാൽ പഠിക്കുന്നവരും അറിയുന്നവരെയും അത് അതിൻ്റെ രീതി പൊക്കോട്ടെ ചോദിച്ചാൽ ഈ അന്ത്യകാലഘട്ടത്തിൽ ഈ വിവാദത്തിന് തിരികൊളുത്തിൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. പക്ഷേ തിരികൊളുത്തിയേ പറ്റൂ. കാരണം സാത്താൻ ഇരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് പരിശുദ്ധാത്മാവിൽ ശക്തി നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ തീഷ്ണതയോട് ജ്വലിച്ച് യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥമാകുന്ന അവസരങ്ങളിൽ കൂടെ നമുക്ക് യാത്രയാകാം. അതിനായി നമ്മയോട് സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.